ഞങ്ങളെ യാത്ര ആക്കാൻ വേണ്ടി അങ്ങനെ പറക്കി കെട്ടി യാത്ര. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വൈബ്സ്. അപ്പോൾ നമ്മളെ ദമാമിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ നാട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ നാട്ടിൽ പോകണ ആരാണ് ഏതാണെന്നൊക്കെ ഒരുവിധ ആൾക്കാർക്ക് അറിയാം, കമൻറ്റ് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇന്ന് ആരാ പോകണമെന്ന് അറിയും, കാരണം ഇന്നാണ് ആ ദിവസം. അപ്പോൾ ഉമ്മി ഷെബും എല്ലാവരും അവിടെ പെട്ടി കെട്ടുന്ന തിരക്കിലാണ്. ഞാനും ആദ്യം ഇപ്പോൾ ഉപ്പാൻ്റെ ഡ്രസ്സ് അവിടെ അടിച്ചാൽ കൊടുത്തിട്ടുണ്ട്, കത്തീഫ് എന്ന സ്ഥലത്ത്. അവിടെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കാനാണ് പോണത്. അപ്പം ഞാൻ എന്തായാലും പെട്ടിക്കെട്ടലും ഇന്ന് നാട്ടിൽ പോണ വിശേഷങ്ങളൊക്കെ കാര്യമായിട്ടുള്ള വ്ളോഗാണിത്. അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോക്ക് പോവാം കേട്ടോ. ഞങ്ങളെ യാത്ര ആക്കാൻ വേണ്ടി അങ്ങനെ പറക്കി കെട്ടി യാത്ര ആക്കാൻ അൻസ്വൾ. അപ്പോൾ അതാ ഞങ്ങൾ എയർപോർട്ടിലെത്തിട്ടോ. 8 മണിയായപ്പോഴേക്കിന് കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടി ഇതേമാതിരി ചുറ്റിക്കണം. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് ചുറ്റി കൊടുന്നു കഴിഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യണില്ല. അതേമാതിരി ഗൾഫ് ഫെയറിനാണെങ്കിൽ ഈ പെട്ടി പറ്റൂല. ആരെങ്കിലൊക്കെ എടുത്ത് ഉണ്ടാവുന്നു മാർക്കർ. ചൊറയാണ് ഇപ്പോൾ. ദമാം ടു കൊച്ചി. അപ്പോൾ പോയാണ്ട് വേഗം 15 ദിവസം ലീവും കഴിഞ്ഞ് വരും ഇൻഷാല്ലാ. ഞാൻ നോക്കിക്കോണം. കയറിയോല്ലേ ഡേ സംഘടനക്ക് ചെറുതായിട്ടില്ലേ ആക്കണ്. ഇപ്പിറ്റും പോയ വൈകിലൂടെ അങ്ങനെ നോക്കി നിൽക്കണ്. അതുപോലെ എമിഗ്രേഷനിലാണ്. അവിടുന്ന് ജോലി വിളിച്ചിട്ട് വേണം നമുക്ക് പോകാനല്ലോ. പക്ഷേ ഇപ്പോൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാണ്ട് ആക്കണ ഒരുത്തനാക്കണേ. ഓ അങ്ങനെ നടക്കണാക്കണേ. കുഞ്ഞാ അങ്ങോട്ട് പോന്നാ. സമയം 8:45 ആയിട്ടുള്ളൂ കേട്ടോ. ഓൾക്ക് 10 മണിക്കല്ലേ ഷെബുട്ടിയ ഫ്ലൈറ്റ്. 10 മണിക്കാട്ടോ ഫ്ലൈറ്റ്. സുട്ട ഇവരെ അതൊക്കെ മമ്മ പോയി സങ്കടണ്ട. സങ്കടം നമ്മളെ മുഖത്താണ് കാണുന്നത്. മറ്റൊരു പിന്നെ രാവും പകലൊക്കെ ഒരേ മാതിരി. ഷെബോ ഫോണ് ചോദിച്ചാൽ എന്താ ഷെബോ? ഒന്ന് ചോദിച്ചു ഇമ്മമാൻ്റെ ഫോണ്. ഇമ്മമാൻ്റെ ഫോൺ കൊണ്ടുപോയിക്കണോന്നില്ലേ? കാരണം ഒരു ഫോൺ കളിച്ചാൽ കിട്ടൂലല്ലോ. ഈ കാണുന്ന ബോക്സൊക്കെ പെട്ടി വെയിറ്റ് ഓവറായിട്ട് പെട്ടിന്ന് എടുത്താട്ടോ. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഷെബു. അയില പോരട്ടെ. അപ്പോൾ അതാ ഞങ്ങളിതാ വണ്ടിയിലെത്തിട്ടോ. ഉമ്മയും ഉപ്പയാണ് നാട്ടിലേക്ക് പോയത്. ഏതായാലും ഓൾക്ക് സേഫ് ജേണി അല്ലേ? യെസ്. ഒരു 10-15 ദിവസത്തിനാട്ടോ പോയത്. ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണം അല്ലേ? മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് പോയത്. 10-ാം തീയതിയാണ് കല്യാണം.
അപ്പോൾ കല്യാണത്തിന് വേണ്ടി പോയതാണ്. ഇൻഷാല്ലാ ഒരു 10-15 ദിവസം കൂടെ റിട്ടേൺ വരും കരുതുന്നില്ലേ ഇൻഷാല്ലാ. അപ്പോൾ ഷെബുവിന് അത്യാവശ്യം ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കും സങ്കടമുണ്ട്. കാരണം നമ്മൾ ഒരുമിച്ച് അല്ലേ എല്ലാത്തിനും എവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരുമിച്ചാണല്ലേ. നാടത്തെ ഉമ്മയും ഉപ്പയും എങ്ങനെയാണ് നമ്മൾ മുറ്റത്ത് ഇറങ്ങുകയാണെങ്കിൽ ഓലുണ്ടാവും അതേ മരുന്നിനെ വേണ്ടി. അപ്പോൾ എന്തായാലും ഓല് പോയി വരട്ടെ. കാരണം ഞങ്ങൾ വെക്കേഷൻ ഞങ്ങൾ അടിച്ചു പൊളിച്ച് പോകുന്നതാണ്. ഇനി ഓല് വെക്കേഷൻ ഓല് അടിച്ചു പൊളിച്ച് പോരട്ടെ. പിന്നെന്താണ് പിന്നെ മെയിനായിട്ട് ഈ ഒരു 15 ദിവസം ഞാൻ ഷെബും ഒറ്റക്കാണ് അല്ലേ. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒറ്റക്ക് നിൽക്കാൻ പോണത് അല്ലേ. അങ്ങനെ പോയി എന്നല്ലാതെ, കാരണം നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പിയും ഉമ്മയും പെങ്ങന്മാരുണ്ടാവും. ഇവിടെ വരികയാണെങ്കിൽ ഷെബുവിൻ്റെ ഉമ്മയും ഉപ്പി ഉണ്ടാവും ഞങ്ങളെ കൂടെ. അല്ലാതെ ഒരു ദിവസം അങ്ങനെ നമ്മൾ നിന്നുകൂടുന്നല്ലാതെ ഫ്രീ ആയിട്ട് ഒരു 10-15 ദിവസം 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഒറ്റക്ക് നിൽക്കാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ഇനി ഏതായാലും നമ്മളിവിടുന്ന് ഇനി നമ്മളെ വീട്ടിലേക്ക് പോട്ടെ. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ അവിടെ ബോർഡിങ്ങിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര ചൊറയുണ്ട് ഇവിടുത്തെ പെട്ടി അല്ലേ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോന് ഓവറായി കഴിഞ്ഞാൽ വരെ പെട്ടിന്ന് സാധനങ്ങൾ ഒഴിവാക്കിയാണ്ട് ആദ്യം കെട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഗൾഫ് എയറിനാണെങ്കിൽ ഒരു പെട്ടി, വേറെ പെട്ടി, അതല്ല വേറെ ഫ്ലൈറ്റിനാണെങ്കിൽ വേറെ പെട്ടിക്കടക്കം സൈസും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളൂ ലാമിനേഷൻ ചിറ്റാൻ പറ്റുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നല്ല അങ്ങനെ പലതും പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ ലാമിനേഷൻ വീട്ടിൽ നിന്ന് ചിറ്റി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഏതായാലും ഇവിടെ വന്നിട്ട് ചിറ്റ് ചെയ്തത്. അതും ഒരു പെട്ടിക്ക് 30-35 റിയാലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു പെട്ടി ചിറ്റണമെങ്കിൽ. എന്തായാലും ഉമ്മീറ്റ് അവിടെ വെയിറ്റിങ്ങിലാണ്. ബോർഡിങ് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. 10:00-ഒക്കെയാണ് ഫ്ലൈറ്റിലടി. നാട്ടിലത്തെ 8:30 ആകുമ്പോൾ ഓലെത്തും. അപ്പോൾ നമ്മളെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാല്ല. നമുക്ക് ചെന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ ദമ്മക്കല്ലേ ഷെബു. ഓക്കെ. അപ്പോൾ അതാ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണത് നമ്മൾ അൽബേക്ക് കേട്ടോ. ഷെബുവിനും മീപ്പിയും പോയ സങ്കടം തീർക്കാൻ വന്നാടി അൽബേക്ക് കേട്ടോ. തിരക്കില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ ഷെബുട്ടിയെ. പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ സംഭവം. അൽബാക്ക് ഞാൻ ബ്രോസ്റ്റ് ഓർഡർ ചെയ്ത്, ആദു നഗറ്റ്സ്, ഷെബ് സാൻഡ്വിച്ച് അല്ലേ. ഷെബ് സാൻഡ്വിച്ച് കൂടി രസമുണ്ടാ? ടേസ്റ്റ് നോട്ടെ. യെസ്, ഈ നഗറ്റ്സ് വെച്ചതല്ലേ അടിപൊളി. അത് കഴിക്കുക. ചൂടുണ്ടാ? ഇവിടുന്ന് കഴിക്കുമ്പോൾ നല്ല ചൂടിൽ കഴിക്കാം അല്ലേ. അടിപൊളി കേട്ടോ. ഇനി ഇത് കഴിക്കട്ടെ കേട്ടോ. ഇതിലെ കുഞ്ഞാ വാ നടക്ക്. ഇനി പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിക്കല്ലേ. തണുപ്പായത് കൊണ്ടാണോ ഷെബു വീക്കെൻഡിൽ ഇവിടെ ആരും ഇല്ലാത്ത? തണുപ്പായതുകൊണ്ടാ തോന്നുന്നുണ്ട് അല്ലേ? അതോ വീക്കെൻഡില്ലാത്തോണ്ടോ? ഞങ്ങളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മളെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതോ അല്ലേ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അനക്ക് സങ്കടം ഉണ്ടോ? ഇപ്പം പോയിന് സങ്കടമില്ല. പക്ഷെ നേരത്തെ സങ്കടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പപ്പനോട്. അക്ക് സങ്കടം ഉണ്ടടാ, അക്ക് സങ്കടം ഉണ്ടോ? ഓന് സങ്കടം ഉണ്ടടി, ഓന് സങ്കടം ഉണ്ട്. നാളെ ഇനി എടുത്തിറക്കാൻ അമ്മ ഇല്ല. അമ്മ ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ ഇൻഷാ അള്ളാ. അപ്പൊ നമ്മളെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെബോ ഇജെന്താ എനർജി ആവശ്യമോ? കമന്റ് ചെയ്യുക. അപ്പൊ ഓക്കെ ബൈ.